റാംബോ സയൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹിയർ സയൻസ് മീറ്റ്സ് ക്യൂരിയോസിറ്റി. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഡോക്കിംഗ് സാങ്കേതികവിദ്യയെക്കുറിച്ചാണ്. സ്പേസ് ടെക്നോളജിയിലെ ഏറ്റവും സങ്കീർണമായ ഒന്നാണിത്. ഈ സാങ്കേതികവിദ്യ നമ്മുടെ രാജ്യവും കൈവരിച്ചു കഴിഞ്ഞു. കൺഗ്രാജുലേഷൻ ടു ISRO. മറ്റ് 3 രാജ്യങ്ങൾ മാത്രമാണ് ഈ സാങ്കേതികവിദ്യ ഇതുവരെ സ്വായത്തമാക്കിയിട്ടുള്ളത്. അതിലൊന്ന് USA, മറ്റൊന്ന് റഷ്യ, പിന്നെ ചൈനയും. അമേരിക്കയുടെ ജെമിനി പ്രോജക്റ്റ്, അത് മൂൺ ലാൻഡിങ്ങിന് മുന്നോടിയായിട്ടുള്ള ഒരു പ്രോജക്റ്റായിരുന്നു ജെമിനി പ്രോജക്റ്റ്. ആ ജെമിനി പ്രോജക്റ്റിലാണ് ആദ്യമായിട്ട് ഡോക്കിംഗ് ടെക്നോളജി വിജയകരമായി നടത്തിയത്. എന്താണ് ഡോക്കിംഗ്, അതിൻ്റെ സങ്കീർണതകൾ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് നടപ്പിലാക്കുന്നത്, ഇത്രയും കാര്യങ്ങളാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. വളരെ കൃത്യത ആവശ്യമായ ഒരു സാങ്കേതികവിദ്യയാണ് ഡോക്കിംഗ്. ബഹിരാകാശ പര്യവേഷണത്തിന് വളരെ അത്യന്താപേക്ഷിതവുമാണ്. എന്താണ് ഡോക്കിംഗ് എന്ന് നോക്കാം. 2 സ്പേസ് ക്രാഫ്റ്റുകളെ തമ്മിൽ കണക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡോക്കിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ സ്പേസ് ക്രാഫ്റ്റുകളെ തമ്മിൽ ചേർക്കുക വഴി ഒരു സ്പേസ് ക്രാഫ്റ്റിൽ നിന്ന് മറ്റൊരു സ്പേസ് ക്രാഫ്റ്റിലേക്ക് ആൾക്കാരെ മാറ്റാൻ കഴിയും, വസ്തുക്കളും മാറ്റാൻ കഴിയും. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ഇവിടെ നിന്ന് പോകുന്ന സ്പേസ് ക്രാഫ്റ്റ് ഡോക്ക് ചെയ്തിട്ടാണ് ആൾക്കാരെ അവിടെ എത്തിക്കുന്നത്. തിരിച്ച് അവിടെ നിന്ന് ആൾക്കാർ വരുന്നതും അതുപോലെ തന്നെയാണ്. സ്പേസ് ക്രാഫ്റ്റ് ISSമായി ഡോക്ക് ചെയ്യിച്ച് അവിടെ നിന്ന് സ്പേസ് ക്രാഫ്റ്റിലേക്ക് കയറി തിരിച്ചത് ഭൂമിയിലെത്തുന്നു. ആദ്യ കാലഘട്ടങ്ങളിൽ ഈ ആസ്ട്രോനോട്ട്സ് തന്നെയാണ് ഡോക്കിംഗ് നടത്തിയിരുന്നത്. പരിപൂർണമായും അവർ തന്നെയാണ് ഡോക്കിംഗ് പ്രക്രിയ നടത്തിയിരുന്നത്. അത്തരം ഡോക്കിങ്ങിനെ മാനുവൽ ഡോക്കിംഗ് എന്നാണ് വിളിക്കുന്നത്. നാവിഗേഷൻ, ഗൈഡൻസ് ആൻഡ് കൺട്രോൾ ഇവയെല്ലാം അത്യന്താധുനിക കമ്പ്യൂട്ടറുകളുടെ സഹായത്താൽ നടപ്പിലാക്കാൻ കഴിയുന്നു എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ നാം ഓട്ടോണമസ് ആയിട്ടുള്ള ഡോക്കിംഗ് ആണ് നടപ്പിലാക്കുന്നത്. മാനുവൽ ഡോക്കിംഗ് ഒരു ബാക്കപ്പ് പ്ലാൻ മാത്രമായി ഉപയോഗപ്പെടുത്തുന്നു. ഡോക്കിംഗ് 3 ഘട്ടങ്ങളായിട്ടാണ് നടത്തുന്നത്. ഒന്നാമത്തെ ഘട്ടമാണ് റെൻഡിവി. ഈ റെൻഡിവി ഘട്ടത്തിൽ സ്പേസ് ക്രാഫ്റ്റുകളെ അടുത്തടുത്ത് കൊണ്ടുവരുന്നു. അടുത്ത ഘട്ടം ക്യാപ്ചറിംഗ് ആണ്. ക്യാപ്ചറിങ്ങിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ സ്പേസ് ക്രാഫ്റ്റുകളുടെ പോർട്ടുകൾ, ഓരോ സ്പേസ് ക്രാഫ്റ്റിനും പോർട്ടുകൾ ഉണ്ടായിരിക്കും. ആ പോർട്ടുകളായിരിക്കും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ കണക്ടിവിറ്റിയാണ് ക്യാപ്ചറിങ് പ്രോസസ്സിൽ സംഭവിക്കുന്നത്. അവസാനത്തെ പ്രോസസ്സാണ് സെക്യൂറിങ്. സെക്യൂറിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു എയർ ടൈറ്റ് സീലിംഗ് നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഈ പോർട്ടുകളിലെ സീലിംഗ് വളരെ പെർഫെക്റ്റാക്കി മാറ്റുന്നതാണ് സെക്യൂറിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ 2 സ്പേസ് ക്രാഫ്റ്റുകളെ പരിഗണിക്കുന്നു. ഒന്ന് ISS, ഇതിനെ നാം ടാർഗറ്റ് സ്പേസ് ക്രാഫ്റ്റ് എന്ന് വിളിക്കുന്നു. മറ്റൊന്ന് റഷ്യയുടെ സോയൂസ് സ്പേസ് ക്രാഫ്റ്റ്, ഇതിനെ ചേസർ എന്ന് വിളിക്കുന്നു. അപ്പോൾ ചേസർ പോയി ടാർഗറ്റിൽ കണക്ട് ചെയ്യണം. ഇതാണ് നമുക്ക് ആവശ്യം. നിങ്ങൾക്കറിയാം, ISS 420 കിലോമീറ്റർ അകലെയാണ്. ഇത് ഭൂമിയെ ഓരോ 90 മിനിറ്റിലും വലയം വയ്ക്കുന്നുണ്ട്. മിഷൻ കൺട്രോൾ സ്റ്റേഷനിലുള്ള ആൾക്കാർക്ക് കൃത്യമായി അറിയാം ISS ഏത് സമയത്ത് എവിടെ എത്തുമെന്നുള്ളത്. ലോഞ്ച് പാഡിന് മുകളിൽ ISS എത്തുമ്പോൾ സ്പേസ് ക്രാഫ്റ്റ് വിക്ഷേപിക്കുന്നതാണ് ഏറ്റവും ഉചിതം. കാരണം മിനിമം സമയം കൊണ്ട്, മിനിമം ഇന്ധനം കൊണ്ട് നമുക്ക് ഈ ISSനെ ചേസ് ചെയ്ത് ഡോക്ക് ചെയ്യാൻ കഴിയും. ഈ സോയൂസ് എന്ന ചേസർ പേടകത്തെ 220 കിലോമീറ്റർ അകലെയുള്ള ഒരു ഓർബിറ്റിൽ വിക്ഷേപിക്കുന്നു. ഈ ഓർബിറ്റിനെ വിളിക്കുന്ന പേര് ഇൻസേർഷൻ ഓർബിറ്റ് എന്നാണ്. ഒരു സീരീസ് ഓഫ് മാനുവറിങ് വഴിയാണ് ഈ റെൻഡിവി എന്ന് പറയുന്ന ഒന്നാമത്തെ ഘട്ടം നടപ്പിലാക്കുന്നത്. 220 കിലോമീറ്റർ അകലെയുള്ള ഇൻസേർഷൻ ഓർബിറ്റിൽ വിക്ഷേപിച്ച ശേഷം അടുത്ത ഘട്ടം എന്ന് പറയുന്നത് 320 കിലോമീറ്റർ അകലെയുള്ള ഒരു ഓർബിറ്റിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ്. 320 കിലോമീറ്റർ ഉയരെയുള്ള ഓർബിറ്റിനെ വിളിക്കുന്ന പേര് ഫേസിങ് ഓർബിറ്റ് എന്നാണ്. അപ്പോൾ ഓർബിറ്റൽ റേഡിയസ് കുറയുന്നതനുസരിച്ച് സ്പീഡ് കൂടും. അപ്പം ചേസറിൻ്റെ സ്പീഡ് ഇപ്പോൾ ടാർഗറ്റിൻ്റെ സ്പീഡിനേക്കാൾ കൂടുതലായിരിക്കും.
അങ്ങനെയാണെങ്കിൽ മാത്രമല്ലേ ചേസ് ചെയ്ത് നമുക്ക് മറ്റൊന്നിനെ പിടിക്കാൻ കഴിയുള്ളൂ. ഈ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 3 ഓർബിറ്റുകളാണുള്ളത്. അകത്തേത് ഇൻസേർഷൻ ഓർബിറ്റ്, അത് റെഡ് കളറിൽ കാണപ്പെടുന്നു. യെല്ലോ കളറിൽ കാണപ്പെടുന്ന രണ്ടാമത്തെ ഓർബിറ്റാണ് ഫേസിംഗ് ഓർബിറ്റ്. ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് ഗ്രീൻ കളറിൽ കാണുന്നു. ഇതാണ് സ്റ്റേഷൻ ഓർബിറ്റ് എന്നത്. ഇനി ത്രസ്റ്റർ കത്തിച്ച ശേഷം ഫേസിംഗ് ഓർബിറ്റിൽ നിന്ന് ISS ഓർബിറ്റിലേക്ക് കടക്കുന്നു. അതായത് അത് ഫൈനൽ സ്റ്റേജാണ്. 3 ത്രസ്റ്ററുകൾ കത്തിച്ചായിരിക്കും ഈ ഒരു ഫേസ് ഓഫ് ഓപ്പറേഷൻ സാധ്യമാകുക. 2 ത്രസ്റ്ററുകൾ ഓർബിറ്റ് ഉയർത്തുവാനും 3ാമത്തെ ത്രസ്റ്റർ കത്തിക്കുന്നത് കൃത്യമായ വേഗത ഈ ചേസറിന് ലഭിക്കുവാനുമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. കാരണം ചേസറിൻ്റെ സ്പീഡ് കൂടിപ്പോയാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ചേസർ പോയി ടാർഗറ്റിനെ ഇടിക്കാൻ സാധ്യതയുണ്ട്. ഇനി അഥവാ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ, നമ്മുടെ കാൽക്കുലേഷനിൽ ഒരു മിസ്റ്റേക്ക് വന്ന് അത് സംഭവിക്കുകയാണെങ്കിൽ ഇതിൽ വളരെ അപകടകരമായ കാര്യത്തിലേക്ക് എത്തിക്കും. കാരണം കൊളിഷനാണ് അവിടെ നടക്കുന്നത്. 2 പേടകങ്ങളും തകർന്നു പോകും. അങ്ങനെ സംഭവിച്ചു പോയാൽ, അതായത് ചേസറിൻ്റെ സ്പീഡ് അല്പം കൂടിപ്പോയി എന്ന് തോന്നിയാൽ സൈഡ് ബേണിംഗ് നടത്തി അതിനെ ഡിഫ്ലക്റ്റ് ചെയ്യിച്ച് ഈ കൊളിഷൻ ഒഴിവാക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു മാനുവൽ ഡോക്കിങ്ങും സാധ്യമാണ്. അഥവാ ഓട്ടോണമസ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ മാനുവൽ ഡോക്കിങ്ങിലേക്ക് കിടക്കും. മാനുവൽ ഡോക്കിങ്ങിന് 2 ഹാൻഡ് കൺട്രോളുകളാണുള്ളത്. ഈ 2 ഹാൻഡ് കൺട്രോളുകളിൽ ഒന്ന് ഇതിൻ്റെ ട്രാൻസ്ലേറ്ററി മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്, ചേസറിൻ്റെ മുമ്പോട്ടുള്ള പ്രയാണത്തെ നിയന്ത്രിക്കാനും. 2ാമത്തെ ഹാൻഡ് കൺട്രോൾ എന്ന് പറയുന്നത് ഇതിൻ്റെ റൊട്ടേഷൻ കൺട്രോൾ ചെയ്യാനാണ്. അപ്പോൾ ഈ ട്രാൻസ്ലേഷനും റൊട്ടേഷനും കൂടി ചേർന്നിട്ടാണ് നമ്മൾ ഡോക്കിംഗ് സാധ്യമാക്കുന്നത്. ചേസറും ടാർഗറ്റിൽ നിന്നുള്ള അകലം ഏതാണ്ട് 150-180 മീറ്ററിന് അടുത്തെത്തി കഴിഞ്ഞാൽ ഫൈനൽ അപ്രോച്ചിനുള്ള കമാൻഡ് ഇഷ്യൂ ചെയ്യും. അപ്പോൾ ഈ സമയത്ത് ഇവ തമ്മിലുള്ള റിലേറ്റീവ് സ്പീഡ് വളരെ കുറവായിരിക്കും. ശ്രദ്ധിക്കുക, റിലേറ്റീവ് സ്പീഡാണ്. നല്ല സ്പീഡിൽ ആയിരിക്കും ഇത് രണ്ടും കറങ്ങുന്നത്. 28,000 km/h ഇത് രണ്ടും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവ തമ്മിലുള്ള റിലേറ്റീവ് സ്പീഡ് കുറവായിരിക്കുമെന്ന് അർത്ഥം. ഇങ്ങനെ ഒരു 100-150 മീറ്റർ അകലെ എത്തിക്കഴിഞ്ഞാൽ ആ റെൻഡിവസിൻ്റെ ഘട്ടം കഴിഞ്ഞു. അതിനുശേഷം ഈ ചേസറിൻ്റെ പ്രോബ് ടാർഗറ്റിൻ്റെ എൻട്രൻസ് കോണിൽ പോയി തട്ടും. ഇതോടുകൂടി ക്യാപ്ചറിങ് ഫേസ് ആരംഭിക്കുകയായി. ഇതിനുശേഷം ചേസർ നല്ലൊരു പുഷ് നൽകുന്നു. ഈ പുഷോടുകൂടി ചേസറും ടാർഗറ്റും തമ്മിൽ ലോക്കാവുന്നു. ഈ ലോക്കിംഗ് ഇലക്ട്രിക്കലാകാം, മെക്കാനിക്കലാകാം. സെക്യൂറിംഗ് ആണ് ഫൈനൽ ഘട്ടം. ഫൈനൽ ഘട്ട സെക്യൂറിങ്ങിൽ സീലുകളെല്ലാം പെർഫെക്റ്റ് ആക്കുന്നു. അതായത് എയർ ടൈറ്റ് സീലാക്കി മാറ്റുന്നു. ഈ സെക്യൂറിങ് 1-2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രോസസ്സാണ്. അങ്ങനെ സെക്യൂറിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നതോടുകൂടി ഡോക്കിംഗ് കംപ്ലീറ്റ് ആകുന്നു. ശേഷം ആസ്ട്രോണോട്ടുകൾ വാതിൽ തുറന്നു ഒരു സ്പേസ് ക്രാഫ്റ്റിൽ നിന്ന് മറ്റൊരു സ്പേസ് ക്രാഫ്റ്റിലേക്ക് പ്രവേശിക്കുന്നു. ഇതാണ് കംപ്ലീറ്റ് ഡോക്കിംഗ് പ്രോസസ്സ്. അപ്പോൾ ഡോക്കിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.